പുറപ്പെടുന്ന ദിവസം മഴയുടെ തഞ്ചം കണ്ടപ്പോ മീറ്റ് ആകെ കുഴയുമെന്ന് കരുതി. ഭാഗ്യത്തിന് പിന്നെ മഴയുണ്ടായില്ല. വന്നു ഒന്ന് മലബാറിന്ന് പോലും ഇപ്പൊ നല്ല അലുവ കിട്ടില്ലെന്ന് ഉറപ്പായി. കൊള്ളില്ലെങ്കിൽ പിന്നെ വലിച്ചു വാരി തിന്നണ്ട. തിന്നുന്നില്ല പൊതിഞ്ഞുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റ്. വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഇത്ര ക്രൂരമായ വിധി തന്നോട് പെരുമാറാൻ എന്താ കാരണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അനന്ത്. ഞാനന്ന് കണ്ണൂർക്ക് പോകുന്ന ദിവസം നൈറ്റ് ഷിഫ്റ്റിൽ ഇരുന്നില്ലേ? രാത്രി കുറെ കഴിഞ്ഞപ്പോ ഓട്ടോ ഡ്രൈവർ താനെന്തോ കവർ വണ്ടിയിൽ വെച്ച് മറന്നു, വീടറിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. ഞാനത് തന്നോട് പറയാൻ മറന്നു. ആ ഡ്രോയിൽ വെച്ചിരുന്നു, കിട്ടിയില്ലേ? ഹലോ, കേരളഭൂമി ന്യൂസ് റൂം. അനന്തുവോ? 1 മിനിറ്റ്. ഒറ്റ വാക്കിൽ ഒരു മറുപടിയാണ് എനിക്ക് ആവശ്യം. ആ ഫോട്ടോഗ്രാഫ്സ് ഇനിയെങ്കിലും എനിക്ക് തിരിച്ചു തരുന്നു. സേ യെസ് ഓർ നോ. നോ എന്നാണ് മറുപടിയെങ്കിൽ അറിയാം, നിങ്ങൾ എന്നെ നശിപ്പിക്കും. അനുഭവിച്ചു കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ എന്ത് വേദനയാണ്, എന്ത് യാതനയാണ് നിങ്ങൾക്ക് ഇനി എന്നിൽ ഏൽപ്പിക്കാൻ കഴിയുക? അനന്തു, എന്റെ ഉത്തരമല്ലേ നിങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. ഹിയർ ഇറ്റ് ഈസ്. നോ. എ ബിഗ് എംഫാറ്റിക് നോ. നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ ഫോട്ടോഗ്രാഫ്, അതെ, കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഗായത്രി ദേവി എന്നെ ഏൽപ്പിച്ചു പോയ നിങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വഴി തുറക്കുന്ന അതേ ഫോട്ടോഗ്രാഫ്സ് എന്റെ കൈവശമുണ്ട്. റൈറ്റ് നൗ. അത് ഉപയോഗിച്ച് നിന്റെ ശവക്കുഴി ഞാൻ തോണ്ടും. വാച്ച് ആൻഡ് സീ. Miracles still happen, Anandu. ദാദർ ട്രസ്റ്റിനെ കുറിച്ച് താൻ എഴുതിയ സ്കൂപ്പ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന പേരിൽ അച്ചടിച്ചു വന്നപ്പോൾ ശത്രുവായി അവരെന്നെ കണ്ടതിന്റെ ഫലമാണ് എന്റെ റോഡ് ആക്സിഡന്റ്. ഒടുവിൽ ഗായത്രി ദേവി വരേണ്ടി വന്നു. ഞാനല്ല ശത്രു, താനാണ് എന്നവർക്ക് തിരുത്താൻ. ആ സ്കൂപ്പിന് വേണ്ടി ഒരുപാട് ചികഞ്ഞു തപ്പിയിട്ടും പിടിതരാതെ പോയ ഒരാളെ ഉള്ളൂ, റാംജി. ആ റാംജിയോടാണ് സാർ എനിക്ക് അംഗം വെട്ടാനുള്ളത്. അയാൾ ആരാണ്, എവിടെയാണ്, എന്താണ് ഒന്നും അറിയാതെ ഈവൻ രാംജി എന്ന പേര് പോലും യഥാർത്ഥമാവണമെന്നില്ല. ശത്രു നമുക്ക് സങ്കല്പിക്കാവുന്നതിലുമേറെ ശക്തനാണെന്ന് ഓർക്കണം. അറിയാം സാർ, ഞാൻ ഒരിക്കലും എതിരാളി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. അയാളുടെ ശക്തി, അതിന്റെ വ്യാപ്തി, കണ്ണീരും രക്തവും വിലയായി കൊടുത്ത് അത് മനസ്സിലാക്കിയവനാണ് ഞാൻ. അയാൾ താനെ വെളിപ്പെട്ടു വരുമെന്ന് കരുതുന്നുണ്ടോ അനന്തു? എന്റെ കൈവശമുള്ള ഫോട്ടോഗ്രാഫ്സും അവ വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങളും വഴി വേറെ ഇരകൾ പലരും മാളത്തിൽ നിന്നും പുറത്തു ചാടും. സ്വയരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും അവർക്ക് പിന്നെ അയാളെ ചൂണ്ടിക്കാട്ടിത്തരാതെ വേറെ മാർഗമുണ്ടാവില്ല സാർ. അനന്തു പൊരുതേണ്ട യുദ്ധമാണിത്. അടർക്കളത്തിൽ ഏത് അതിർത്തി വരെയും തേർതെളിക്കാൻ ഞാൻ കൂടെയുണ്ടാവും. ഗീതോപദേശമല്ലെങ്കിലും അനുഭവം പഠിപ്പിച്ച ഒരു സത്യം മാത്രം പറയാം. ആരെയും വിലയ്ക്ക് വാങ്ങാൻ മാത്രം പ്രബലനാണ് ശത്രുവെങ്കിൽ തന്റെ വിശ്വാസം മാത്രം ആരിലും അന്ധമായി അർപ്പിക്കരുത്. നെവർ ട്രസ്റ്റ് എനിവൺ, സ്വന്തം നിഴലിനെ പോലും. ബ്രില്യന്റ് അനന്തു, സിംപ്ലി ബ്രില്യന്റ്. ഇത്രയും വിലപിടിപ്പുള്ള ഒരു സ്കൂപ്പ് ഒരു പത്രപ്രവർത്തകനും തന്റെ പത്രത്തിന് നേടിക്കൊടുത്തു കാണില്ല. ഈ മാറ്റർ ഞാൻ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ പോകുന്നതെന്ന് കണ്ടോളൂ. താങ്ക് യു സർ. യു ഡിസേർവ് എ ഹോളിഡേ. പോയി റെസ്റ്റ് എടുക്കും സർ. പേപ്പർ. വെറുതെ ഇമോഷണൽ ആകാതെ അനന്തു. ആ മാറ്ററും ഫോട്ടോഗ്രാഫ്സും ഞാൻ പ്രസിദ്ധീകരിച്ചു എന്ന് വെക്കുക.
ഒരു സെൻസേഷൻ ഉണ്ടാവും. ശരിയാണ്, 1 ലക്ഷം വരെ ചിലപ്പോൾ സർക്കുലേഷനും കൂടാ, അത്രേ ഉള്ളൂ. ഞാനത് അരത്തമാറ്റിക്കലി വർക്കൗട്ട് ചെയ്തു ഇൻ ടേംസ് ഓഫ് മണി. പക്ഷെ അതോടൊപ്പം നമ്മൾ ഒരുപാട് പേരെ ശത്രുക്കളാക്കേണ്ടി വരും. വേറാസ് അത് പ്രസിദ്ധീകരിക്കാതിരുന്നാൽ... എനിക്കറിയാം, എന്ത് വില തന്നു അത് വാങ്ങാൻ ആളുകൾ ഉണ്ടാവും. യു ആർ റൈറ്റ്. നമുക്കുണ്ടാക്കാവുന്ന ലാഭത്തിന്റെ 3 ടൈംസ് ഇത് പ്രസിദ്ധീകരിക്കാതിരുന്ന തരാൻ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ എന്തിന് ആളുകളെ പണക്കണം? ഡു യു ഗെറ്റ് മൈ പോയിന്റ്? പത്രത്തിനും ലോങ് റണ്ണിൽ അതാണ് നേട്ടം. യു ഡോണ്ട് വറി. പത്രത്തിന് കിട്ടുന്ന ലാഭത്തിന്റെ 1/3 ഇതിന്റെ പിന്നിലെടുത്ത സ്ട്രെയിനിന് പ്രതിഫലമായി ആൾ പ്രസിദ്ധപ്പെടുത്താതിരുന്നതിനുള്ള കോമ്പൻസേഷനായി തരാൻ മാനേജ്മെന്റ് തയ്യാറുമാണ്. പ്രതിഫലം, കോമ്പൻസേഷൻ കൊണ്ടുപോയി തന്റെ തന്തയ്ക്ക് കൊടുക്ക്. മിസ്റ്റർ അനന്തു, ഏതോ പീറ പത്രാധിപരെ ഒരു കെട്ട് കറൻസി നോട്ടുകൾ കൊണ്ട് വിലയ്ക്ക് വാങ്ങാവുന്നതാണെന്ന് കരുതിയോ താൻ? ഞാൻ ഇതിനു വേണ്ടി സഹിച്ച നഷ്ടങ്ങൾ. ഞാൻ എന്റെ പത്രത്തെ കൂടുതൽ വിശ്വസിച്ചു. തെറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ മാറ്ററും ഫോട്ടോഗ്രാഫ്സ് ഇങ്ങ് തരൂ, ഞാൻ മറ്റെന്തെങ്കിലും ഓപ്പണിങ്സ് നോക്കിക്കോളാം. നോ, അവരുമായുള്ള ഡീലിലെ ആദ്യത്തെ വ്യവസ്ഥ ആ മാറ്ററും ഫോട്ടോഗ്രാഫ്സും അവരെ ഏൽപ്പിക്കണമെന്നായിരുന്നു. ഞാനതനുസരിച്ചു. യു ബ്ലഡി ചീറ്റ്, ഡർട്ടി റാസ്കൽ. പണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ ചതിയുടെ മുമ്പിൽ തോറ്റ് തുന്നം പാടി നിന്നേനെ ഒരു പാവം അനന്തു. അനുഭവം എന്നെ പഠിപ്പിച്ചു. ഗുരുവും ആരെയും വിശ്വസിക്കരുതെന്ന്, പ്രത്യേകിച്ച് ക്യാരക്ടറും ഇന്റഗ്രിറ്റിയും ഇല്ലാത്ത നിന്നെ പോലുള്ള തെണ്ടികളെ. കാൽപ്പണം കാശിന് നീ മറിച്ചു വിറ്റ ആ ഫോട്ടോഗ്രാഫ്സ് നഷ്ടപ്പെട്ടതോടെ ഞാൻ തോറ്റു എന്നൊന്നും കരുതണ്ട. ഞാൻ റീകോപ്പി ചെയ്ത പ്രിന്റുകൾ മാത്രമേ നിന്റെ കയ്യിൽ എത്തിയിട്ടും നീ കൈമാറിയിട്ടുള്ളൂ. ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സും ഇനിയും എത്ര കോപ്പികൾ വേണമെങ്കിലും എടുക്കാവുന്ന നെഗറ്റീവ്സും ഒരു പോറിൽ പോലും ഏൽക്കാതെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. നിന്നെ വിലക്കെടുക്കും. പണ്ടേ ഒരു കളിപ്പാട്ടം പോലെ നിന്നെ വിലക്കെടുത്ത നിന്റെ തമ്പുരാട്ടിയെയും അവരുടെ കുടുംബ സ്വത്തായ ഈ പത്രത്തെയും വിലക്കെടുക്കും. പക്ഷേ ഈ അനന്തുവിനെ വിലക്കെടുക്കാൻ അവൻ ആരായിരുന്നാലും അവൻ ഈ ജന്മം പോരാ. ഒരു പ്രലോഭനത്തിന്റെ മുമ്പിലും ഞാൻ വഴങ്ങില്ല സാർ. ഐ മസ്റ്റ് നോട്ട്. വഴങ്ങിയാൽ, തോറ്റാൽ അമ്മയുടെയും ഉഷയുടെയും ആത്മാക്കൾ എന്നോട് പൊറുക്കില്ല. ജേർണലിസത്തിന്റെ ഹരിശ്രീ പോലും അറിയാതെ എന്റെ മുമ്പിൽ പകച്ചു നിന്ന അനന്തു അനുഭവം മൂലധനമാക്കി എഴുതി തെളിഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ച വഴികളിലൂടെ പ്രതീക്ഷിച്ചതിലും സമർത്ഥമായി ചുവടുവെച്ച് മുന്നേറുന്നത് കണ്ടപ്പോൾ അഭിമാനം തോന്നി. ഐ വാസ് ഫീലിംഗ് പ്രൗഡ് ഓഫ് യു. പക്ഷെ ഇപ്പോ പയറ്റിത്തെളിഞ്ഞ ഒരു പോരാളിയെ പോലെ പ്രപഞ്ചത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നിവർന്നു നിൽക്കുന്ന തന്നോട് അനന്തു ആരാധന തോന്നുന്നു. ഐ എം ബിഗിനിങ് ടു അഡോർ യു. ആവനാഴിയിലുള്ള അസ്ത്രങ്ങൾ അത്രയും ഒരുമിച്ചെടുത്ത് പ്രയോഗിക്കരുത്. നമ്മുടെ ശക്തി അളക്കാൻ അവർക്ക് അവസരം കൊടുക്കരുത്. ഐ അണ്ടർസ്റ്റാൻഡ് സർ. നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നതിന്റെ സാമ്പിൾ പോലെ ഒരു ചെറിയ ഡോസ്. ആദ്യ ശത്രുവിനെ വിറളി പിടിപ്പിക്കുവാൻ അത് ധാരാളമാണ്. വിരളി പൂണ്ടവൻ തളർന്നു വീഴുമ്പോ മതി അടുത്ത അസ്ത്രം തൊടുക്കുന്നത്. ആരാ കൂടുള്ളത്? സാർ എന്താടോ സാർ, കാര്യം എന്താന്ന് പറഞ്ഞു തൊലക്കടോ. പോയി, മുഴുവനും പോയി സാർ. എന്ത് പോയി? ആകെ കൂടി ഒരു ഇത്തിരി മാനേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, അത് മുഴുവനും ഇതോടെ പോയി സാർ. താൻ വിവരം പറയടോ. സാറും ആ കൊന്നുകളഞ്ഞ അല്ല കാർ ആക്സിഡന്റിൽ ചത്തുപോയ ഗായത്രി തമ്പുരാട്ടിയും കൂടെയുള്ള പോക്കണം കെട്ട കുറെ പടങ്ങൾ സിറ്റി മുഴുവൻ പോസ്റ്റ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. കൊട്ടയ്ക്കാണ് സാർ ഓരോന്നിന്റെ ചുറ്റിലും. കണ്ണു വിളിച്ചിൽ കണ്ട് വിളിക്കണോ പോലീസ് കമ്മീഷണറെ? പോലീസുകാരെ വിട്ടാ പോസ്റ്റ് കംപ്ലീറ്റ് എടുത്ത് മാറ്റാൻ പറയേ വേഗം. നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായി പോയി സാർ അവന്റെ ബുദ്ധി. തനിക്ക് അതും പറഞ്ഞ് തമ്പുരാട്ടിയുടെ മുമ്പിൽ അടയിരുന്നാ മതിയല്ലോ. ഞാനേ ഇതിങ്ങനെ തുടർന്ന പബ്ലിക് ലൈഫ് അവസാനിപ്പിച്ച് കാഷായ വസ്ത്രം എടുത്ത് വല്ല കാശിക്ക് പോകേണ്ടായിട്ട് വരും. ഭീഷണിപ്പെടുത്താൻ വിളിച്ചു വരുത്തിയ എന്റെ മുഖത്തെ അവൻ രാജിക്കത്ത് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി സാർ. അനന്തു ആ നാറി മൂർത്തിയുടെ ഉപദേശമായിരിക്കും എല്ലാറ്റിന്റെ പിന്നിൽ. ഞാൻ കൈകാര്യം ചെയ്തോളാം അവനെ. എന്താടോ തന്റെ ആരെങ്കിലും ചത്തോ? ചത്തില്ല, ചാവായിരുന്നതിലും ഭേദം. നോക്കി നിൽക്കേണ്ട കമ്മീഷണർ വരാൻ പറയൂ. ഒരാളെ പിടിച്ചുകൊണ്ടാ പറഞ്ഞിട്ട് എത്ര നേരമായി? താൻ ചെല്ലണോ?